തിരുവനന്തപുരത്തെ വനിതാ ഡോക്ടറുടെ മരണത്തിൽ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്നു. തന്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ലെന്നും ജീവിതം മടുത്തു എന്നുമാണ് കുറിപ്പിലുള്ളത്. അഭിരാമിയുടെ ഫോൺ രേഖകൾ പോലീസ് പരിശോധിക്കും. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഉള്ളത് തന്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ല എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം വെള്ളട സ്വദേശി അഭിരാമിയെ ഉള്ളൂറുള്ള താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്നും ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഈ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുകയായിരുന്നു. അഭിരാമിയുടെ വീട്ടിൽ നിന്നും അമ്മ വീടുടമസ്ഥരെ വിളിച്ചറിയിക്കുമ്പോഴാണ് അഭിരാമി ഫോൺ എടുക്കുന്നില്ല എന്നറിയുന്നത്. തുടർന്ന് വീടിന്റെ വാതിൽ തുറന്ന് നോക്കുമ്പോഴാണ് അഭിരാമി കട്ടിൽ കിടക്കുന്നതായി കണ്ടത്. ആദ്യം കരുതിയിരുന്നത് ഉറങ്ങിയിരിക്കുകയായിരുന്നാണ്. പിന്നീടാണ് കയ്യിൽ സിറിഞ്ചും കണ്ടത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്താണ് അഭിരാമി മരിച്ചതായി അറിയുന്നത്. അഭിരാമി കൂടുതൽ അളവിൽ അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് മരണകാരണമായിട്ട് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ഇന്ന് അഭിരാമിയുടെ പോസ്റ്റ്മോർട്ടമാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൊതുദർശനത്തിന് വെക്കും. അഭിരാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഇന്നലെ അഭിരാമിയുടെ റൂമിൽ നിന്നും ഒരു ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ വിവരം ഇങ്ങനെയാണ്: എൻ്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ല, ഞാൻ ജീവിതം മടുത്തു പോകുന്നു. ഇത്ര മാത്രമാണ് ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നത്. 6 മാസങ്ങൾക്ക് മുമ്പാണ് അഭിരാമിയുടെ വിവാഹം കഴിഞ്ഞിരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെള്ളറയിലുള്ള ദമ്പതികളുടെ ഏക മകളാണ് അഭിരാമി. ഭർത്താവ് കൊല്ലം സ്വദേശിയാണ്. ഇദ്ദേഹം അന്യസംസ്ഥാനത്ത് ഡോക്ടറായി ജോലി നോക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അഭിരാമി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ MD കഴിഞ്ഞ് ബോണ്ട് അടിസ്ഥാനത്തിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. അതോടൊപ്പം തന്നെ ജനറൽ മെഡിസിനിലെ സീനിയർ റെസിഡന്റ് ഡോക്ടറാണ് അഭിരാമി. 4 മാസങ്ങൾക്ക് മുമ്പാണ് ഡോക്ടർ ഷഹാന സമാനമായ രീതിയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ജോലി ചെയ്തിരുന്ന ഷഹാനെ സമാനമായ രീതിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. രണ്ടാമത്തെ തവണയാണ് ഇത്തരത്തിലൊരു വീണ്ടും ഒരു ആത്മഹത്യ. ഈ ഒരു സാഹചര്യത്തിൽ കൂടെ ഉള്ളവരൊക്കെ വളരെ ദുഃഖത്തിലും അതോടൊപ്പം തന്നെ വളരെ അതിശയത്തിലുമാണ്. അഭിരാമിയെ സംബന്ധിച്ചിടത്തോളം വളരെ ആക്റ്റീവായിട്ടുള്ള കുട്ടിയായിരുന്നു എന്നാണ് ബന്ധുക്കളും പറയുന്നത്. അതോടൊപ്പം തന്നെ അഭിരാമിക്ക് പ്രത്യക്ഷത്തിൽ യാതൊരു പ്രശ്നവും കണ്ടിരുന്നില്ല. അതോടൊപ്പം തന്നെ ആത്മഹത്യ ചെയ്യാനുള്ള അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു എന്നും പറയുന്നില്ല. തിങ്കളാഴ്ച രാത്രി നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, അത്യാഹിത വിഭാഗത്തിൽ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അഭിരാമി. അതിനുശേഷം ഇന്നലെ ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പകൽ സമയങ്ങളിൽ വീട്ടുകാരുമായി ഫോണിൽ സംസാരിച്ചു എന്നും പറയുന്നുണ്ട്. അപ്പോഴും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാലും എന്ത് കാരണത്താലാണ് ഇത്തരത്തിൽ ജീവിതം മടുത്തു എന്ന് കുറിപ്പ് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം എന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കൂടെ താമസിച്ചിരുന്ന, അതായത് അടുത്ത മുറിയിൽ താമസിച്ചിരുന്ന കുട്ടികളോടും അതോടൊപ്പം തന്നെ ഈ പേയിങ് ഗസ്റ്റിനോടും ഒക്കെ പോലീസ് മൊഴി ശേഖരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഭിരാമിയുടെ ഫോൺ വിവരങ്ങൾ എടുത്തതിനു ശേഷം മാത്രമേ കൂടുതൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അഭിരാമിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ യാതൊരു പരാമർശങ്ങളുമില്ല. ആർക്കെതിരെയും ഒരു പരാമർശങ്ങളുമില്ല. ജീവിതം മടുത്തു, ഞാൻ പോകുന്നു എന്ന് മാത്രമാണ് എഴുതിയിട്ടുള്ളത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിനു ശേഷം അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ അസ്വാഭാവികമായ മരണത്തിനാണ് കേസ് എടുത്തിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചത്, അഭിരാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട എന്താണ് സംഭവിച്ചത്. കുറിപ്പ് കണ്ടുകിട്ടിയിട്ടും പോലീസ് ഇത് പുറത്തുവിടുന്നില്ല എന്നൊക്കെ ഇന്നലെ ആക്ഷേപം ഉയർന്നിരുന്നു. പക്ഷേ എന്തായാലും ഈ ആത്മഹത്യാക്കുറിപ്പിൽ നമ്മളിപ്പോൾ സൂചിപ്പിച്ച പോലെയാണ് തന്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ല. പക്ഷേ ജീവിതം മടുത്തിത്തരം മിടുക്കിയ ഒരു യുവ ഡോക്ടർ ആത്മഹത്യ ചെയ്യാൻ ഇടയായ ഒരു സാഹചര്യം, അത് എന്തായിരിക്കും? ജീവിതം മടുക്കാനിടയായ കാരണം ഒരു പക്ഷേ കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ തന്നെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഊഹാപോഹങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് കൃത്യമായ പോലീസ് അന്വേഷണത്തിലൂടെയാകും വെളിവാവുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും ലക്ഷ്മി, അത്തരത്തിലുള്ള അന്വേഷണങ്ങളിലൂടെ മാത്രമേ ഈ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. എന്നാലും വീട്ടുകാരുടെ ഭാഗത്തു നിന്നും അതുപോലെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും വളരെ അഭിരാമിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലായിരുന്നു. അഭിരാമിക്ക് കുടുംബവുമായിട്ടോ അല്ലെങ്കിൽ ഭർത്തൃ വീടുമായിട്ടോ യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. വിവാഹത്തിന് ശേഷം 6 മാസങ്ങൾക്ക് മുമ്പാണ് വിവാഹം കഴിയുന്നത്. വിവാഹത്തിന് ശേഷം അഭിരാമി മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപമുള്ള തന്നെ ഒരു ഫ്ലാറ്റിൽ സ്വന്തമായി പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിച്ച് വരികയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് അഭിരാമിയുടെ വീട് വെള്ളറയാണ്. അപ്പോൾ ഡെയിലി
പോയി വരുന്ന ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇത്തരത്തിൽ അവിടെ ഫ്ലാറ്റ് എടുത്ത് താമസിക്കുന്നതെന്നാണ് വീട്ടുകാരും പറയുന്നത്. അതോടൊപ്പം തന്നെ വീട്ടുകാരും ബന്ധുക്കൾക്കും യാതൊരുവിധ പരാതിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അലിഗേഷൻസോ ഒന്നുമില്ല. ഈ അഭിരാമി വീട്ടുകാരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ല. ഈ ചൊവ്വാഴ്ച, അതായത് ഇന്നലെ വീട്ടുകാരുമായി സംസാരിച്ചിരുന്നു. പക്ഷെ വൈകുന്നേരവുമാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു കാരണവുമില്ലാതെ ഒരു പെൺകുട്ടി എന്തിന് ആത്മഹത്യ ചെയ്യണം എന്നൊരു ദുരൂഹത ഇപ്പോഴും മറഞ്ഞു നിൽപ്പുണ്ട്. അത് ഈ നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അന്വേഷണമൊക്കെ നടത്തി അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരികയുള്ളൂ. അഭിരാമിയുടെ ഫോൺ വിവരങ്ങൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബന്ധുക്കളെ ചോദ്യം ചെയ്യണം. അതോടൊപ്പം തന്നെ കൂടെ താമസിച്ചിരുന്ന ആളുകളെയും ചോദ്യം ചെയ്തതായിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഭിരാമി തിങ്കളാഴ്ച ദിവസം നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. MD മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ MD കഴിഞ്ഞതിന് ശേഷം ബോണ്ട് അടിസ്ഥാനത്തിലായിരുന്നു ജോലി ചെയ്തു വന്നത്. ഈ ജോലി സംബന്ധമായ എന്തെങ്കിലും പ്രഷർ കൊണ്ടോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ എന്തെങ്കിലും സമ്മർദ്ദം മൂലമാണോ ഇങ്ങനെ ചെയ്തത്, തുടർന്ന കാര്യങ്ങളൊക്കെ അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ സാധിക്കൂ. എന്തായാലും അഭിരാമിയുടെ ഫോൺ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി. ടിന്റുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.